ഹലോ ഗൈസ്, ഡാർക്ക് വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു സിവിക്ക് മീറ്റപ്പ് ആയിട്ടാണ് വന്നിരുന്നത്. സിവിക്ക് മീറ്റപ്പ് നമ്മുടെ ഫാനിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫാനിലും കുറച്ച് ദിവസം മുമ്പ് റിവീൽ ചെയ്യാൻ നമ്മുടെ സിവിക്ക് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആരും പറഞ്ഞില്ല ഈ റൂഫ് ബോക്സിന് പകരം ഈ ഒരു കേരിയർ വെച്ച് രസമുണ്ടോ ഇല്ലെന്ന് ആരും പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാർ സെല്ലിൽ അവിടേക്കൊന്ന് പോയേക്കാം. അവിടെയാണ് എല്ലാവരും വരാമെന്ന് പറഞ്ഞിരുന്നത്. എല്ലാവരും എത്തണുള്ളൂ കേട്ടോ. ഞാനാണ് ഫസ്റ്റ് റൂമിട്ട് കയറിയത്. ഞാനാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തവർക്ക് അറിയാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ഇങ്ങനെ മീറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും കയറിക്കോ. 1-2 ആൾക്കാർ തന്നെ വരുന്നുണ്ട്. ഇവനോട് സിവിക്ക് എടുക്കാൻ പറഞ്ഞപ്പോൾ ഈ സിവിക്കാണ് എടുത്തേക്കുന്നത്. ഒരുത്തൻ നിർത്തിയ സിവിക്ക് എടുത്തേക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയെന്ന് വാങ്ങാം. പിന്നെ ഈ ബ്ലാക്ക് കാറ് കണ്ടോ, ഇവനാണ് നമ്മളെ മീറ്റപ്പ് ഇന്ന് കോളാക്കി കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വരെ കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ മീറ്റപ്പ് ഏകദേശമൊക്കെ ഒന്ന് കോളാക്കി തന്നത് ഇവനാണ്. ഇവനോട് എത്ര പറഞ്ഞൊന്നും മാറാനും പോകുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും അവിടുന്ന് അറിയാതെ നെറ്റ് പോയിട്ടുണ്ട് കേട്ടോ. നെറ്റ് പോയ ടൈമിൽ നമ്മൾ ആദ്യം കയറി കേട്ടോ. അപ്പോൾ നമുക്ക് കാർ സെല്ലിലേക്ക് തന്നെ ഒന്നുകൂടെ പോയേക്കാം. മറ്റോ പോയോന്ന് അറിയത്തില്ല. നമുക്കൊന്ന് ജസ്റ്റ് പോയേക്കാം, ജസ്റ്റ് അവിടേക്ക്. അപ്പോൾ നമ്മൾ കാർ സെല്ലിന് മുന്നിലോട്ട് എത്തിയിട്ടുണ്ട്. വണ്ടി സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ അവിടെ എവിടെയും ചെന്ന് മുട്ടും. ഞാൻ നേരാക്കാനേ ടൈം ഉണ്ടാവും. ഇപ്പം ഏകദേശം എല്ലാവരും സിവിക്ക് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇപ്പം എല്ലാവരും സിവിക്ക് തന്നെയാണ് എടുത്തേക്കുന്നത്. നമുക്കൊരു ഐഡിയ ചെയ്താലോ. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റിടാൻ പറ്റത്തില്ല. നമുക്കിവിടുന്ന് പോയാലോ? നമുക്കിവിടുന്ന് പോയാലോ? നമുക്കെന്തായാലും ഇവിടുന്ന് പോവാം. എല്ലാവരോടും നമുക്ക് ലൈനപ്പായി നിൽക്കാൻ പറയാം. അപ്പുറത്ത് പോയിട്ട് ഇവിടുന്ന് പിക്ക് എടുക്കാൻ പറ്റൂല. അയ്യോ, എൻ്റെ വണ്ടിയെല്ലാം എടുത്തേക്കുന്നത്. അതൊന്നും സീനില്ല. നമ്മളൊന്ന് പറ, നമുക്ക് ലൈനപ്പാവാം. ഇറങ്ങട്ടെ കേട്ടോ. അയ്യോ പക്കായോ, നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഇവിടുന്ന് ഒന്ന് പോയിട്ട് നമുക്ക് എല്ലാവരുടെ ലൈനപ്പ് ആവാൻ പറഞ്ഞാൽ ഇവിടെ എന്തായാലും നിർത്താനുള്ള സ്പേസ് ഇല്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ നല്ല പിക്കും കിട്ടത്തില്ല. ഇവിടെ നിർത്താനുള്ള സ്പേസും ഇല്ല. അപ്പം നമുക്ക് എന്തായാലും പോവാട്ടോ. അത് നല്ലത്. നമുക്ക് ഇപ്പുറത്തുകൂടി ഇറങ്ങിയിട്ട് എല്ലാവരും അവിടെ വിളിച്ചെടുത്ത് ലൈനപ്പ് ആക്കാം. എല്ലാവരും ഇതിൻ്റെ ഇപ്പുറത്തുകൂടി ഇറങ്ങട്ടെ ഞാൻ. അയ്യോ, ഈ വണ്ടിക്ക് ഡ്രിഫ്റ്റ് കുറച്ച് കൂടുതലാണോ എന്ന് ഡൗട്ടുണ്ട്. ടയറ് പറ്റ പൊയ്ക്കണമെന്നാണ് തോന്നുന്നു എനിക്ക്. നമുക്കെന്തായാലും ഇവിടെ നിർത്തിയിട്ട് എല്ലാവരും വിളിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈനപ്പ് ആവാൻ വേണ്ടി വരുന്നുണ്ട്. കൃത്യ ലൈനപ്പ് ഒന്നും ആവത്തില്ല, എന്നാലും നമുക്ക് വണ്ടി കുറച്ച് മുന്നിൽ ഇടാം. ഇനി എല്ലാവരും ഒന്ന് എത്തട്ടെ, എല്ലാവരും ഒന്ന് വരട്ടെ. ഓരോരുത്തരായിട്ട് വരുന്നുണ്ടോ. ഇവനോട് എത്ര പറഞ്ഞിട്ടും ഈ പഴയ കാലെടുത്താണ് വരുന്നത്. ഞാൻ ഇവനക്ക് 3 lakh കൊടുത്ത സിവിക്ക് എടുത്തു പോകാന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്ര പണ്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയവനെ. നമ്മൾ റൂം ബാക്ക് അടിച്ചുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് ഫ്ലാഗ് പോയി. അതുകൊണ്ട് നമുക്ക് കിക്കാക്കാൻ കഴിയുന്നില്ല. നമ്മൾ റൂം നെറ്റ് പോയി ബാക്ക് അടിഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് കിക്കാക്കാൻ കഴിയുന്നില്ല. വേറെ ആരുടെ കൈക്ക് ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കിക്കാക്കായിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. പോവാട്ടോ. അവിടെ എവിടെയും കൊണ്ട് നിർത്താം. ഇവനെ കൊണ്ട് വലിയ ശല്യമായാലും. ലാസ്റ്റ് എല്ലാവരും കൂടെ കൂടിയിട്ട് അവനെ ഇതാക്കുന്നുണ്ട്. നിങ്ങൾ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. നമുക്ക് എന്തായാലും ഈ ഭാഗത്തൊന്ന് സൈഡാക്കാം കേട്ടോ. ഇവിടെ നല്ലൊരു പിക്ക് കിട്ടും. കറക്റ്റ് എല്ലാവരും ഒരേപോലെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നു. നല്ലൊരു പിക്ക് കിട്ടും. എന്തായാലും ഇവിടെ നിർത്തി ഇറങ്ങിയിട്ട് അവിടെ ഒന്ന് നേരെ നിൽക്കാൻ പറയാം. എല്ലാവരോടും നേരെ നിർത്താൻ പറയാം. നമ്മളെ വണ്ടി ഒരു അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെ കേട്ടോ. എല്ലാവരും ലൈനപ്പ് ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈനപ്പ് ആവട്ടെ. ഇവ ഇടയ്ക്കിടയ്ക്ക് ഒരു ചൊറ ഉണ്ടാക്കുക കേട്ടോ. ഞാനാണെങ്കിൽ ആകെ പെട്ടു എന്ന് തന്നെ പറയാം. ഇത്ര ആൾക്കാർ കയറിയ സ്ഥിതിക്ക് റൂം ക്ലോസ് ചെയ്യാനും കഴിയത്തില്ല. ഇവനോട് കുറേ ആൾക്കാരാണെങ്കിൽ പറയുന്നുണ്ട് ഒന്ന് ഇറങ്ങിപ്പോയി. ഞാൻ കുറേ നേരം ഒന്ന് ഇറങ്ങിപ്പോന്ന് ഒരു കാര്യമില്ല. എല്ലാവരും ലൈനപ്പ് ആയിട്ടിട്ട് നമുക്കൊരു പിക്ക് എടുക്കണം. നമ്മളെ പോക്കിമോൻ്റെ സിവിക്ക് വന്നിട്ടുണ്ട്. ഡെഡ് പൂൾ വന്നിട്ടുണ്ട്. ഒരു ലാവെൻഡറിൻ്റെ കളറുള്ള സിവിക്ക് വന്നിട്ടുണ്ട്. ഒരു
മറ്റേ ഡയറി മിൽക്കിൻ്റെ സിവിക്കും വന്നിട്ടുണ്ട്. പിന്നെ വെനത്തിൻ്റെ ടൈപ്പ് സിവിക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ബ്ലൂ സിവിക്കും ഉണ്ട്. നമ്മളെ നമ്മളെ നെറ്റൊന്ന് പോയി അറിയാത്ത സീനായിട്ടോ. അപ്പോൾ ആൾക്കാരോട് ഒന്നുകൂടെ ലൈനപ്പ് ആകാൻ പറഞ്ഞേക്കാണ്. ഞാൻ പോയി എന്ന് കണ്ടപ്പോൾ ഒക്കെ ഡ്രിഫ്റ്റിങ് കൊടുത്തി. മറ്റവനെ കാണാൻ കേട്ടോ, മറ്റും പോയെന്നുണ്ട്. ആ വണ്ടി കൊണ്ട് വന്നവൻ പോയെന്നുണ്ട്. ഞാൻ അറിയിച്ചിട്ട് ഒരു വൈറ്റ് സിവിക്കും വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഒരു വൈറ്റ് സിവിക്കും റെഡ് സിവിക്കും കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയ ആരൊക്കെയോ ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നാളെ നമുക്ക് നല്ലൊരു ഗോൾഫ് മീറ്റപ്പ് വെക്കാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഇൻസ്റ്റഗ്രാം ID. അപ്പോൾ നമ്മൾ അതിൽ അറിയിക്കുന്ന കേട്ടോ. അപ്പോൾ അതിൽ ഫോളോ ചെയ്ത് ഇപ്പം കൂടിക്കും. ആ സ്റ്റോറി ഇട്ട് അറിയിക്കും മീറ്റപ്പ് ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു പിക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ നല്ലൊരു പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊരു ലാഗ് ആവശ്യമായിട്ട് നമ്മളൊരു പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആയി. പക്ഷെ അവൻ വന്നുകൊണ്ട് മാത്രം നമ്മളെ മീറ്റപ്പ് കുറച്ചൊക്കെ കോളായിട്ടാ. അവൻ വന്നുകൊണ്ട് കുറച്ചൊക്കെ കോളായി മീറ്റപ്പ്. എല്ലാവരും നല്ല രീതിക്ക് വണ്ടി എടുത്ത് വന്നപ്പോൾ അവൻ മാത്രം ഒരു വിളക്കിൽ വണ്ടി എടുത്തേക്കുന്നത്. അവൻ വേണച്ചിട്ട് അതാ പിന്നെയും വന്നേക്കുന്ന അവൻ ഇത് വണ്ടി മാറ്റി വന്നേക്കുന്നു. എടാ ഇവനോട് എത്ര പണ്ണും കാര്യമില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഇതാ അവനെല്ലാവരും നിന്ന് നല്ല പറച്ചിൽ പറയേണ്ടി ഇവ ഇറങ്ങിപ്പോവില്ല. എടാ ഇങ്ങനെ ഓരോരുത്തന്മാർ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തേനെ എങ്ങനെയാടാ. അതായത് ഞാൻ റൂമിട്ട് കണ്ടോണ്ടാണല്ലോ ഇവൻ കയറി വന്ന്. മുത്തേ നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല പ്രാക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഇവൻ നമ്മൾ നല്ലൊരു മീറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണേ. എത്രകാലം ഒരു വട്ടം ഇവനോട് പറഞ്ഞൊന്ന് ഇറങ്ങിപ്പോന്ന് ഇവൻ ഒരു മൈൻഡും ഇല്ലാത്ത രീതിയിൽ കേട്ടോ. ആരും ഒരു പേടിയില്ലാത്ത രീതിയിൽ. പക്ഷെ എന്തായാലും അടുത്ത മീറ്റപ്പ് ഞാൻ ഇവൻ്റെ ID കോപ്പി വെച്ചിട്ടുണ്ട്. ഇവൻക്കിട്ട് നല്ലൊരു പണി ഞാൻ കൊടുക്കും, അത് വേറെ. അപ്പോൾ അവനെ തൽക്കാലത്തിന് പോകാനൊന്നും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മീറ്റപ്പ് അങ്ങ് മടുത്ത് അവൻ വന്ന് ആകെ കോളാക്കി. ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്തേക്കാണ്. എല്ലാവരും അവനെ മട്ടിപ്പിച്ചുകൊണ്ട് അവരെല്ലാവരും മറ്റേ ഒരുമാതിരിയായി. അപ്പോൾ നമ്മൾ മീറ്റപ്പ് ക്ലോസ് ചെയ്യാൻ വിചാരിച്ച്. അവൻ വന്നുകൊണ്ട് മാത്രമല്ലേ നമ്മൾ കുറച്ച് ദൂരത്തൊക്കെ പോകും. അപ്പം എന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു മീറ്റപ്പ് അങ്ങ് കോളായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ട്ടോ.